Magic morning. Magic morning. Magic morning. Okay. Magic morning. Okay, thank you so much to all. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സെഷൻ എടുക്കുന്ന നമ്മുടെ സക്സസ് ട്രെയിനർ കോച്ചായിട്ടുള്ള നമ്മുടെ ഓസ്റ്റിൻ സാറാണ്. ഓസ്റ്റിൻ സാർ ഇന്നത്തെ ടോപ്പിക്കാണ് 10x പാർട്ട് 2 ആണ്. സോ ഈ ടോപ്പിക് എടുക്കാൻ വേണ്ടി ഞാൻ ഓസ്റ്റിൻ സാറെ വെൽക്കം ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ല. ഞാൻ ബാംഗ്ലൂരായിരുന്നു. തിരിച്ച് വന്നപ്പോൾ ലേറ്റ് ആയി, അതുകൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞത്. നമ്മൾ മുമ്പ് ഇതിന്റെ ഒരു പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു, 10x പാർട്ട് 1. എത്ര പേര് ഓർക്കുന്നുണ്ട്? അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു ആക്ഷൻ ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് സാറേ ഞങ്ങൾ ഇങ്ങനെ എടുത്തു എന്ന് പറയാനായിട്ട് ആരോ ഉള്ളേ? അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് മറന്നുപോയോ? ആരെങ്കിലും ഒരാള് ഇത്രയും ക്ലാസ് ഒക്കെ കേട്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷൻ എടുത്തെങ്കിലും ആൾക്കാരുണ്ടോ? ഓർമ്മയുണ്ടോ 10x റൂൾ പറഞ്ഞത്? ഓർമ്മയുണ്ട് സാർ. ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല സർ. ഓ, ഹഫ്സിന, താങ്ക് യു. വേറെ ആരെങ്കിലും കേട്ടവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു എന്ന്? ബുക്ക് വായിക്കുന്നത് കുറച്ച് ജാസ്തി പേജസ് വായിക്കാൻ പറ്റി. അതുപോലെ തന്നെ എക്സസൈസ് കുറച്ച് കൂടുതൽ, പിന്നെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് കുറച്ചും കൂടി ടൈംസ് ജാസ്തിയാക്കി. നമ്മളെ ഒരു ആക്റ്റീവ് ആക്ഷൻ ടേക്കർ ആകാൻ വേണ്ടിയിട്ടുള്ള സാറാന്ന് പറഞ്ഞത്. നമ്മളെ ഗോള് ഒരു 10 ഇരട്ടി വലിയ ഗോളുകൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ആക്ഷൻ എടുക്കുന്നത് കൂടുതലായിട്ട് 10 ടൈംസ് എടുക്കുന്ന സമയത്ത് നമുക്ക് 100 ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്നത് 10 ദിവസം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് സാർ അന്ന് പറഞ്ഞു തന്നത്. അപ്പം നല്ലൊരു ആക്റ്റീവ് ആക്ഷൻ ടേക്കർ ആകുക എന്നുള്ളതാണ്. വെരി ഗുഡ് മണി സാർ, താങ്ക് യു സോ മച്ച് മണി സാർ. വേറെ ആരെങ്കിലും ഇതിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു പാർട്ട് 1 എടുത്തിട്ട്. ദിവ്യ പറഞ്ഞോളൂ. ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് സർ. ആദ്യം ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല, ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ അതിന് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ ബുക്സ് വായിക്കുന്നുണ്ട്, പിന്നെ അതില് ഇഷ്യൂ ഇല്ല. യെസ്, ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ചും കൂടി കെയർ ചെയ്യാൻ തുടങ്ങി സർ. വെരി ഗുഡ് ദിവ്യ, താങ്ക് യു സോ മച്ച്. റസാഖ് സാർ, അബ്ദുൾ റസാഖ് സാർ, സാർ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, സാർ എന്ത് പറയാൻ വേണ്ടി ചോദിച്ച പോലെ തോന്നിയിട്ടില്ല. എല്ലാരും നോക്കിണ്ടാവും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു 10xന്റെ ഒരു കേസ് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു കോൺസെപ്റ്റ് ഇതായിരുന്നു, നമ്മളെ ഒരു മാക്സീവ് ആക്ഷൻസ് ലൈക്ക്. അപ്പൊ മണി സാർ അതിന്റെ ഒരു അബ്സ്ട്രാക്ട് പറഞ്ഞു, 10x നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാല് ആവറേജ് ഈസ് എ ഫെയിലിംഗ് ഫോർമുല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ആവറേജ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് ഫെയിലിയർ ആണ്. കാരണം നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിലും ഒരു ആവറേജ് ആയിട്ട് പോയിട്ട് കാര്യമില്ല. അതിപ്പോ ഏത് മേഖലയാണെങ്കിലും, നമ്മളിപ്പം ഹെൽത്തിന്റെ കേസ് എല്ലാവരും പറഞ്ഞു, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമിനൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ ആവറേജ് പഠിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോമ്പറ്റീഷൻ എക്സാമിനൊന്നും വിജയിക്കാനായിട്ട് പറ്റൂല. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നില്ല. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചി, തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ മകളുടെ മകൻ, അവൻ ICSE പഠിച്ചിരുന്നത്. പക്ഷെ അവന്റെ ഒരു എയിം എന്താണെന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് ഒരു ജോലി വേണമെന്നായിരുന്നു. അപ്പൊ അവൻ +2 കഴിഞ്ഞപ്പോ തന്നെ ഇവൻ ഈ കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങി. +2 കഴിഞ്ഞപ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് അവൻ ഡിഗ്രിക്ക് പോയി. 17 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സിൽ ഡിഗ്രിക്ക് പോയി. ഡിഗ്രി കഴിഞ്ഞിട്ട് അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ തിരുവനന്തപുരത്ത് ഒരു കോച്ചിങ് സെന്റർ പോലെയുണ്ട്. ആ കോച്ചിങ് സെന്ററിൽ പോയി അവിടെ പോയിരുന്നിട്ടാണ് പഠിച്ചത്. അപ്പം 2 എക്സാമിന് വേണ്ടി അവൻ പഠിച്ചു. ഒന്ന് +2 ക്വാളിഫിക്കേഷനിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമും, 2 ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമും. അപ്പൊ വേറെ ഈ ഒരു വർഷത്തിനടുത്ത് അവൻ സമയം സ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, അത് അവൻ അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടത് ഞാൻ അവനോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അവരൊക്കെ ടൈമർ വെച്ചിട്ടാണ് പഠിക്കുക. നമ്മളിപ്പോ ടൊമാറ്റോ ടെക്നിക്കൊക്കെ നമ്മൾ ക്ലാസ്സിൽ കേട്ടതാണ്, അല്ലെങ്കിൽ തക്കാളി ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത്. അതായത് ഇവർക്കൊക്കെ ടൈമർ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണൊക്കെ മാറ്റി വയ്ക്കും. 30 മിനിറ്റ്സ്
എക്സ്ക്ലൂസീവ്ലി പഠിക്കും, പിന്നെ 5 or 10 minutes മൊബൈലോ അല്ലെങ്കിൽ അങ്ങനെ റിലാക്സ്ഡ് ആവും, പിന്നെ 30 minutes പഠിക്കും. ഏറ്റവും രസം വെച്ചാൽ അവന് ഇപ്പൊ 21-22 വയസ്സാവുന്നുള്ളൂ. ഈ 22 വയസ്സിനുള്ളിൽ തന്നെ +2 ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയും കിട്ടി. ആൻഡ് നൗ ഹീസ് വർക്കിംഗ് ഫോർ ഡിഫൻസിന്റെ സ്റ്റോറാണ് നമ്മുടെ നാട്ടില്. അതിന്റെ ഒരു കണക്കുകളൊക്കെ സൂക്ഷിക്കുന്ന തേവരയിൽ ഒരു കമ്പനിയിൽ മറ്റേ ഗവൺമെന്റ് സർവീസിൽ ജോയിൻ ചെയ്യണേ. ആൻഡ് ഹിസ് ഫസ്റ്റ് സാലറി ഈസ് 75,000 rupees. അതായത് മുംബൈയിൽ പോയിട്ടാണ് അവൻ ജോയിൻ ചെയ്തത്. അപ്പൊ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് 75,000 രൂപ സാലറിയിലാണ് അവൻ ജോയിൻ ചെയ്തത്. നമ്മളൊന്ന് ആലോചിക്കും, നമ്മളൊക്കെ ഒരു സാധാരണ ആൾക്കാരൊക്കെ ഒരു 75,000 rupeesലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുക്കും അറിയാലോ. നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്താൽ ഒരു 5,000 or 10,000 കിട്ടും. പിന്നെ അത് അവരുടെ ഇഷ്ടം കൊണ്ട് കൂട്ടി തന്ന് 15 ആയി, പിന്നെ ഒരു 75 ഒക്കെ എത്തുമെങ്കിൽ ഇറ്റ്സ് ടേക്ക് ലോങ് ടൈം. അപ്പൊ അതെന്തുകൊണ്ടാ? നമ്മൾ ആവറേജ് ആയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ പിന്നെ ഈ പ്രൈവറ്റിലും ജോലിക്ക് പോകും. അതിനുശേഷം പിന്നെ നമ്മൾ ചിലപ്പോൾ PSCക്ക് പഠിക്കണമെങ്കിൽ തന്നെ ഏതെങ്കിലും ചെറിയ ഡെസ്റ്റിനേഷന് വേണ്ടി പഠിക്കും. കാര്യം പഠിക്കാൻ കുറച്ച് പഠിച്ചാൽ മതി, ആവറേജ് ആയിട്ട് പഠിച്ചാൽ മതി. അപ്പൊ അതിൽ തന്നെ കുറെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ തന്നെ കുറെ ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരെ മുഴുവനും ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഇറ്റ് ടേക്സ് ലോങ് ടൈം. ആൻഡ് നമ്മുടെ ചിലപ്പോൾ നമ്മൾ 5-10 വർഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അതിന്റെ പിന്നാലെ പോകും. നമ്മുടെ പലപ്പോഴും കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആ കുട്ടി ഒരു 1 year ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പെൻഡ് ചെയ്ത സമയത്ത് ഹൗ മച്ച് ഇൻകം ഹി ഹാസ് ഇൻക്രീസ്ഡ്. അതായത് ഇപ്പൊ തുടങ്ങി 75,000, അവൻ ഒരു 22-23 വയസ്സിൽ തുടങ്ങി ഒരു 75,000 ഇൻകം വന്നു കഴിഞ്ഞാൽ ഒരു 30-35 ഒക്കെ ആകുമ്പോഴേക്കും, അതായത് അവനൊരു മാരീഡ് സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഇറ്റ് വിൽ ബി എ ഗുഡ് സാലറി ആൻഡ് ഹി വിൽ ബി ഇൻ എ ഗുഡ് പൊസിഷൻ. ബിക്കോസ് എന്താണ്, ഒരു മാസീവ് ആക്ഷൻ എടുത്താണ്. കാര്യം കോമ്പറ്റീവ് വേൾഡ് ആണ്, അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ ജോലിയിൽ നമ്മൾ പലപ്പോഴും ആൾക്കാർ കാണുന്നൊരു, ഞാൻ എന്റെ സ്റ്റാഫിനൊക്കെ ഒരു ഒരു ഉപദേശിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാര്യം മിക്കവാറും സ്റ്റാഫ് എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ അസൈൻഡ് ജോബ് മാത്രം ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോ, നമ്മളെ എല്ലാവരും ഒരു ആവറേജ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കി അറിയാൻ പറ്റും, അവർക്ക് അസൈൻ ചെയ്ത ജോബ് മാത്രമേ അവർ ചെയ്യുള്ളൂ. അത് തന്നെ ഉടായ്പില് പകുതി ദിവസം ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി നോക്കും. എന്താ പറയാ, എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആയി അത് ആരെങ്കിലും തലയ്ക്കൊക്കെ വെച്ച് മടി പിടിച്ചൊക്കെ ഇരിക്കാൻ നോക്കും. പക്ഷെ ഒരു മാസീവ് ആക്ഷൻ ടേക്കർ ആണെങ്കിൽ അവൻ അവന്റെ ജോലി ചെയ്യുന്നത് മാത്രമല്ല, വേറെ ജോലികളൊക്കെ വഴിക്കൂടെ പോകണമെങ്കിൽ ഒക്കെ പിടിച്ചോണ്ട് ചെയ്യും. എന്താ ഗുണം ഉണ്ടാവുന്ന വെച്ചാൽ ആ സ്ഥാപനത്തിലെ ഒരു ആവറേജ് സാലറി ഇൻക്രിമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ 5-10% നിൽക്കൂല. അത് 50-100% ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോളയിൽ ഞങ്ങൾ കുട്ടികളെ ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അപ്പോളയിൽ പുള്ളി ഒരു മാൻ പവർ ചെറിയൊരു ഡിവിഷൻ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു പയ്യനാണ്. പയ്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ ഒരു ഐഡിയ ആയിരുന്നു ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അപ്പൊ കുട്ടികളെ ട്രെയിനിങ്ങിന് കൊണ്ടുവരാം. അപ്പൊ ഞങ്ങളുടെ കുട്ടികളെ അതുവരെ അപ്പോളയിൽ ഞാൻ പലതവണ കയറി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ കുട്ടികളെ അവരെടുക്കൂലായിരുന്നു. ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിലോ ഞങ്ങൾക്ക് ട്രെയിനീസിനെ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഈ പയ്യൻ വന്നതിന് ശേഷം നമ്മൾ ഈ കോൺസെപ്റ്റ് അവനോട് പറയുകയും ഞങ്ങളുടെ കുറച്ച് നല്ല പിള്ളേർ അവിടെ ഓൾറെഡി കോൺട്രാക്ട് ബേസിസിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ ക്വാളിറ്റി അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞു, ഓക്കെ നമ്മൾ വി ആർ റെഡി ഇതിന് വേണ്ടി തന്നു. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് അവൻ മാനേജ്മെന്റിന്റെ മുമ്പിൽ വെച്ചു. എന്താണ്, 4 മാസം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികളെ ഇവിടെ കൊണ്ടുവരും. ആ കുട്ടികളെ അവർ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ അതിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസിനെ അവർ തന്നെ റിക്രൂട്ട് ചെയ്യും. അപ്പം ആ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞാൻ കഴിഞ്ഞതല്ല, വേറൊരു അവിടെ മാൻ പവർ സപ്ലൈ ചെയ്തിരുന്ന പുള്ളിക്കാരനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറയാ, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് തന്നെ, നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് തന്നെ പുള്ളിക്കാരന് ഇപ്പോൾ ഒരു 1 lakhൽ മുകളിലേക്ക് സാലറി ഒറ്റയടിക്ക് അവർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അതായത് ഓൾമോസ്റ്റ് 100%, 120% ഒക്കെ ഇൻക്രീസ് ഹൈക്ക് കിട്ടി. കാര്യം ഹോസ്പിറ്റൽ ഈസ് ബെനിഫിറ്റിംഗ് ദാറ്റ് മച്ച് ഓഫ് എമൗണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആവറേജ് ആയിരിക്കാൻ നോക്കിയാൽ, വലിയ ടെൻഷനും റിസ്ക്കും ഒന്നും ഇല്ലാതെ നമ്മൾ ആവറേജ് ആയാൽ നോക്കിയാൽ നമ്മൾ ഒരുപാട് സമയം ഓടേണ്ടി വരും. അപ്പൊ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് ആവറേജ് ഈസ് എ ഫെയിലിംഗ് ഫോർമുല. ഒരു ആവറേജ് എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾ ഈ ആവറേജ് പരിപാടികളൊക്കെ നിർത്തുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീൽഡിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് ഫീൽഡിലാണ് ഞാൻ ആവറേജ് ആവുന്നത്, അല്ലെങ്കിൽ എന്റെ എഫേർട്ടൊക്കെ ആവറേജ് ആയി പോകുന്നതിന്റെ ഒരു പ്രശ്നം എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുക്കുന്നത്, എന്നെ മടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യം എപ്പോഴും ഒരു ആവറേജ് ഫോർമുലയാണ്. ഇതില്
മിക്കവാറും ഈ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചറിയാൻ പറ്റും. സെയിൽസ് എപ്പോഴും എന്താ പറയാ ഭയങ്കര, ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പറഞ്ഞു, അതായത് നമ്മളിപ്പോ ഒരാളെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്താ പറയാ നമ്മൾ കോൾ ചെയ്യുകയും നമ്മൾ അവർക്ക് കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പൊ നമ്മൾ അതിനൊക്കെ വേണ്ടത് നമ്മളൊരു എന്താ പറയാ ഒരു എഫക്റ്റീവ് ആയിട്ട് ആവറേജ് അല്ലാതെ ഒരു 10x എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു പോയിന്റ് എനിക്ക് പറയാനുള്ള ഏജിൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഒരു കോമ്പറ്റീഷൻ മോഡിലാണ്. കോമ്പറ്റീഷൻ മോഡ് എന്താണ്? നമ്മൾ എപ്പോഴും മറ്റുള്ളവര് അവന് ഇത് 10 മാർക്ക് കിട്ടി, അപ്പൊ എനിക്കൊരു 15 മാർക്ക് കിട്ടിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൻ ഇത്ര ബിസിനസ് ചെയ്യുന്നു, എനിക്ക് ഇത്ര ബിസിനസ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും കോമ്പറ്റീഷൻ ചെയ്ത് ഫെയിൽ ആയി പോയ ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. കാര്യം ഇപ്പം ഈ പ്രൈസ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ISOയുടെ ഇന്റേണൽ ഓഡിറ്റിന് പോകുന്നുണ്ട്. അപ്പം അവർക്ക് ട്രെയിനിങ് പ്ലസ് ഓഡിറ്റ് ആണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ബിസിനസ് കുറച്ച് മോശമാണ് ഇപ്പോൾ. കാരണം അവരുടെ ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ നിലത്ത് വിരിക്കുന്ന കട്ടയുണ്ടല്ലോ, ആ നിലത്ത് വിരിക്കുന്ന കട്ട മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ കസ്റ്റമേഴ്സ്. അപ്പം ഇവര് റബ്ബർ മോൾഡ് കൊടുക്കുന്നത്. ഈ റബ്ബർ മോൾഡിനെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അത് മാത്രമല്ല അതൊരു 10 വർഷമൊക്കെ എന്തായാലും ഉപയോഗിക്കും. കാര്യം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് മില്ലേനിയം റബ്ബേഴ്സ് എന്ന് പറഞ്ഞ ഒരു റബ്ബർ മോൾഡിന്റെ. അതായത് നമ്മൾ ഈ നിലത്തിരിക്കുന്ന കട്ടയുടെ റബ്ബർ മോൾഡ് ഉണ്ടാക്കുന്നവരാണ്. കാരണം അവരുടെ ക്വാളിറ്റിനെ കോമ്പറ്റ് ചെയ്യാൻ വേറെ ഒരാളില്ല. അപ്പൊ അവരിപ്പോ ഒരു പുതിയ പ്രൊഡക്റ്റും കൂടി ലോഞ്ച് ചെയ്തു. അപ്പൊ അവര് അവരുടെ കസ്റ്റമേഴ്സിനെ പഠിച്ചപ്പോ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാല് ഈ കസ്റ്റമേഴ്സ് ഈ കട്ട ഉണ്ടാക്കുന്ന പരിപാടി എളുപ്പമായതുകൊണ്ട് കുറെ ആളുകൾ ഇത് തുടങ്ങിയിട്ട് എന്താ വെച്ചാൽ ഒരു മാർക്കറ്റിൽ ഒരു പ്രൈസ് കോമ്പറ്റീഷൻ നടക്കുന്നു. എന്ന് വെച്ചാല് ഞാൻ കട്ട 28 രൂപയ്ക്ക് തരാന്ന് പറയുന്ന സമയത്ത് അടുത്തൊരാള് തൊട്ടപ്പുറത്ത് തന്നെ തുടങ്ങും, അവൻ 27 രൂപയ്ക്ക് കൊടുക്കാന്ന് പറയും, മറ്റവന് 26 കൊടുക്കാന്ന് പറയും. അപ്പൊ ഇവരെപ്പോഴും എന്താ പറയാ ഈ 26, 27 കോമ്പറ്റ് ചെയ്തെന്ന് വെച്ചാൽ പ്രൈസ് കുറയ്ക്കേണ്ടി വരും. പ്രൈസ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരിക്കലും പ്രോഫിറ്റ് ആവില്ല. അപ്പൊ എന്ത് ചെയ്യും? മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറയ്ക്കും, അതിലിടുന്ന സിമെന്റിന്റെ അളവ് കുറയും, അതിലിടുന്ന പശയുടെ അളവ് കുറയും. കാരണം ഇത് പിടിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും പണിയെടുത്തിന് അതിനകത്ത് എന്തെങ്കിലും എഫേർട്ട് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇവര് ഇത് മാറ്റും. ചുരുക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ കമ്പനികൾ ഓരോന്ന് ഫീൽ ആവാൻ തുടങ്ങി. കാരണം ഈ കട്ടകള് കൊണ്ട് എവിടെയെങ്കിലും കുത്തുമ്പോൾ ഈ സാധനം പൊട്ടിപ്പോകും. അപ്പൊ പിന്നെ ആ കട്ട ആരും മേടിക്കത്തില്ല. മറിച്ച് അതിനൊരു ഡിഫറെന്റ് സ്ട്രാറ്റജിയിൽ നമ്മളൊരു ഒരു ഡോമിനേഷൻ മോഡിലേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി എഫക്റ്റീവ്. നമുക്കറിയാം ഐഫോൺ എപ്പോഴും എന്താ ചെയ്യുന്നത്? അവരൊരിക്കലും കോമ്പറ്റ് ചെയ്യാറില്ല. ഐഫോണോട് കോമ്പറ്റ് ചെയ്യുന്ന വേറൊരു ഫോണിന്റെ പേര് പറയാൻ പറ്റും? ഐഫോണോട് കോമ്പറ്റ് ചെയ്യുന്ന ഒരു ഫോണിന്റെ പേര് ആർക്കെങ്കിലും? ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് നിങ്ങൾ ഒരു താഴേക്ക് ലെവലിലേക്ക് എടുത്ത് നോക്കിയേ. ഇപ്പൊ ഒരു ബ്രാൻഡ് എടുത്ത് കഴിഞ്ഞാൽ LG, റിയൽമി, പിന്നെന്താണ് റിയൽമിക്ക് ഇപ്പൊ പൊന്തി വന്ന ബ്രാൻഡാണ് വിവോ, ഓപ്പോ. നമ്മൾ നോക്കി കഴിഞ്ഞാല് ഒരു ലോവർ ലെവല് ഒരു ലോഡ് ആൾക്കാർ കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ പ്രൈസിലും കാര്യങ്ങളിലൊക്കെ. അപ്പൊ ബാക്കി ഐഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം അവര് ഡോമിനേറ്റ് ചെയ്തു. കാര്യം അവരുടെ ക്വാളിറ്റിയും അവരുടെ പ്രൈസിങ്ങും കൊടുത്തു മേടിക്കാൻ ആൾക്കാർ റെഡിയാണ്. അവിടെ ഐഫോൺ വേണോ സാംസങ് വേണോ എന്നുള്ളൊരു ചോദ്യമില്ല. സാംസങ് മേടിക്കുന്ന ആൾക്കാർ മേടിക്കും, ദാറ്റ് ഈസ് ക്യാമറ ഫീച്ചേഴ്സ് ഒക്കെ പറയും. പക്ഷെ 99% ബിസിനസ്സിൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലുള്ള ആൾക്കാരുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഐഫോൺ ആണ്. അവർക്ക് വേറെ തോട്ടേ വരില്ല ഞാൻ ഐഫോൺ മേടിക്കണോ സാംസങ് മേടിക്കണോ മറ്റേ മേടിക്കണോ. ബിക്കോസ് ദേ ആർ നോട്ട് എന്താ പറയുക കോസ്റ്റിനെ കുറിച്ച് അവർ ഇതല്ല. പക്ഷെ ആ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി, ഐഫോൺ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയിലാണ് അവർ മോർ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മളും ആണെങ്കിൽ പോലും ഒരു സർവീസ് കൊടുക്കുന്ന സമയത്ത് വി ഹാവ് ടു ഡോമിനേറ്റ് ദ മാർക്കറ്റ്. നോ വൺ എൽസ് ഹാസ് ടു കം ഓവർ ദർ. ദ ക്വാളിറ്റി വിച്ച് വി പ്രൊവൈഡ്, ദ സർവീസ് വി പ്രൊവൈഡ്, ദ പ്രൈസ് വി പ്രൊവൈഡ്, ഇതെല്ലാം ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു പ്രൈസ് കോമ്പറ്റീഷൻ നമുക്ക് ഒരിക്കലും വരില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇവിടെ നമ്മുടെ ചികിത്സിക്കുന്ന നമ്മുടെ അബ്ദുള്ള റസാഖ് സാറുണ്ട്, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ട്രെയിനിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ട്രെയിനേഴ്സിനെ നോക്കി അറിയാൻ പറ്റും ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. കാര്യം ഒരുപാട് ആൾക്കാർ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ച് അങ്ങ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് രീതിയിൽ നിന്ന് കുറെ കാശ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് വരും. പക്ഷെ എന്താ പറ്റുക, അവിടെയും കോമ്പറ്റീഷൻ ആണ്. കാര്യം എന്താ പറയുക, ഇപ്പൊ ഓസ്റ്റിൻ എടുക്കണോ അതിലേക്ക് വരെ മണി സാറിന് ട്രെയിനറായിട്ട് എടുക്കണം എന്നുള്ളത് ആളുകൾക്ക് ചൂസ് ചെയ്യാം.
പക്ഷെ ഓസ്റ്റിൻ ബിക്കംസ് എ ബ്രാൻഡ്, ഒരു ഡോമിനേറ്റിംഗ് മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേറെ ചോയ്സ് ഇല്ല. അപ്പൊ ഞാൻ പറയണ എനിക്ക് ഒഴിവില്ല, അടുത്ത ദിവസം വേറൊരാൾ എടുക്കാമെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അതെടുക്കൂല. പിന്നാളൊരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഡേറ്റിന് എനിക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞു. ഓൺലൈൻ ട്രെയിനിങ് ആണ്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനില്ല, നിങ്ങൾ ആരെങ്കിലും നോക്കിയോ. സോ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ വലിയ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, സോ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ദേ ചേഞ്ച് ദ ഡേറ്റ്. 23rd എനിക്ക് അവൈലബിൾ അല്ല, സോ 28 അങ്ങാണ്ടൊക്കെ ആക്കി അവര്. കാര്യം ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട്. അതുപോലെ ഇപ്പൊ ഒരു ഓഫ്ലൈൻ ട്രെയിനിങ്ങിന് ഒരു ടീം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, അവര് പറഞ്ഞൊരു ഡേറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന്. സോ അവരെന്ത് ചെയ്തു, ചേഞ്ച് ഡേറ്റ് ടു സെപ്റ്റംബർ 21 എനിക്ക് തോന്നുന്നു മലപ്പുറം സൈഡിൽ ഞാൻ വരുന്നുണ്ട്, അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പം സംഭവം വെച്ചാല് നമ്മളൊരു ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവം ആയി കഴിഞ്ഞാൽ ദ മാർക്കറ്റ് വിൽ വെയിറ്റ് ഫോർ അസ്. മാർക്കറ്റ് വിൽ എന്താ പറയാ, ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതുപോലെ നമ്മൾ നമ്മുടെ ക്വാളിറ്റീനെ കൂട്ടണം. ഇപ്പം അഭിഷാദ് ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ട്രെയിനർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണാത്തവർ കുറവായിരിക്കും, അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കും. കാരണം വളരെ തമാശയിലൂടെ ഒരുപാട് മോട്ടിവേഷൻസ് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം അഭിഷാദിന്റെ പ്രത്യേകത എന്താണ്, അവനത് മാർക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ആയി കഴിഞ്ഞപ്പോൾ നൗ ഹീസ് ചാർജിങ് ഓൾമോസ്റ്റ് 5 lakhs ഫോർ എ ക്ലാസ്. 5 ലക്ഷം രൂപയാണ് ക്ലാസ്. ആൻഡ് ഒരിക്കലും നമുക്കത് മീൻസ് എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റൂല. ബിക്കോസ് ഈസ് ട്രാവലിംഗ് ഓൺ എ ബെൻസ്. ദിവ്യയുടെ ഒക്കെ ലവൊക്കെ വരുന്നുണ്ട് അഭിഷാദിന്റെ കാര്യം പറഞ്ഞപ്പോൾ. കാര്യം ഇറ്റ്സ് സംതിങ്, ബെൻസിലാണ് പുള്ളിക്കാരൻ യാത്ര ചെയ്യുന്നത്. അത് ഹൈ ക്ലാസ് ബെൻസിലാണ് പുള്ളിക്കാരൻ യാത്ര ചെയ്യുന്നത്. ബിക്കോസ് അദ്ദേഹത്തിന് ഇൻകം അതുപോലെ മാറി. കാര്യം he dominated the market. He is not competing with anyone. Local trainers, like local trainers ഒരു ക്ലാസ്സിന് 3000, 1000, 2000 ഒക്കെ മേടിക്കുമ്പോൾ he is charging almost 5 lakhs or 2 lakhs. So because he increased his value. നിങ്ങൾ ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. അതിന് നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ആളുകൾ നമ്മളെ തേടി വരും. നമ്മൾ ഏത് മാർക്കറ്റ് ആണെങ്കിലും, ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിലും. സോ വെൻ യു ഡു സംതിങ് എക്സ്ട്രാ, അല്ലെങ്കിൽ വെൻ യു ഡു എന്താ പറയുക, നിങ്ങളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെവലപ്പിംഗ് സ്കില്ല് നിങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ അടുത്തൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആളുകൾ തമ്മിൽ കോമ്പറ്റ് ചെയ്യും. എന്നെ ഒക്കെ പറയാം, ഇപ്പൊ ദിവ്യ ഒരു ഭയങ്കര സംഭവമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ലൊരു സ്കില്ലാണ്, അത് നമുക്ക് പുറത്തേക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൻ യു അപ്ലൈ ഫോർ 2 or 3 companies, they will compete for you. അതുപോലെ ആരാണെങ്കിലും. അപ്പൊ നമുക്ക് നമ്മുടെ വാല്യൂ കൂട്ടുക, മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സംഭവം. കാര്യം ഇപ്പം ആമസോൺ ഒക്കെ അറിയാലോ. ആമസോൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആമസോൺ ഈസ് ദ ഫസ്റ്റ് ചോയ്സ്. ഇപ്പൊ ആൾക്കാർ ഫ്ലിപ്കാർട്ടും ബാക്കിയുള്ള ബ്രാൻഡ്സും വന്നാൽ പോലും ആമസോൺ ഈസ് ഡെലിവറിങ് സംതിങ് വെരി ഗുഡ്. ലൈക്ക് ഞാനൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ പോയിട്ട് വീണ്ടും തിരിച്ച് ആമസോൺ ഓൺലൈൻ മാർക്കറ്റ് വന്നു. ബിക്കോസ് അവരുടെ ഒരു പ്രൈം ഓഫർ ഒക്കെ കൊടുത്തിട്ട് ഇന്ന് ഓർഡർ ചെയ്ത നാളെ തന്നെ സാധനം കിട്ടും. ഞാൻ ഇന്നൊരു ഓർഡർ സാധനം ചെയ്തു, പിന്നെ അവർ പറയുന്ന ഡേറ്റിൽ തന്നെ സാധനം ഡെലിവറി ആവുന്നു. സോ ഒരുപാട് ഫാസ്റ്റ് ഡെലിവറി, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് അവർ കൊണ്ടുവരുന്നു. സോ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ അവര് ഡോമിനേറ്റ് ചെയ്തു പോകുന്നു. ഈവൻ കുറെ പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഈ വിജയിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടോപ്പ് ലെവലിലെ കോമ്പറ്റീഷൻസ് കുറവായിരിക്കും. ഒരു കമ്പനിയിലെ ഒരു സോഫ്റ്റ്വെയർ, ഇപ്പം IT കമ്പനി ആണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലേ? ഒത്തിരി ആൾക്കാരുണ്ട്. ഞാനൊരു IT കമ്പനിയിൽ നിന്ന് കുറച്ച് പേര് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവര് സ്റ്റാർട്ടിങ് സാലറി 15,000 ആയിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ 20,000 കൊടുക്കും, ചില കമ്പനി 30,000 കൊടുക്കും. പക്ഷെ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, കുറെ ആൾക്കാർ വരുന്നുണ്ടാവും. പക്ഷെ ആ കമ്പനിയുടെ CEO ലെവലിലേക്ക് ഒരാളെ നോക്കുമ്പോൾ എത്ര പേരുണ്ടാവും? മിക്കവാറും ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് പുള്ള് ചെയ്തിട്ടായിരിക്കും ആ കമ്പനിയുടെ CEO ആക്കുക. അല്ലെങ്കിൽ ആ കമ്പനിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഓഫറർ ആയിട്ടുള്ള ഒരാളെ CEO ആക്കും. അപ്പൊ അവിടെ CEO ആക്കുന്ന സമയത്ത് ഒരു 1000 പേരൊന്നും ഉണ്ടാവില്ല കോമ്പറ്റ് ചെയ്യാൻ. ഓൺലി 1 or 2 persons will be there maximum, or 3. അല്ലാതെ കൂടുതൽ ആൾക്കാർ ആദ്യം ഇപ്പൊ നമുക്കൊരു 1000 CEOസിന്റെ CV കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും കിട്ടൂല ഒരു കമ്പനിക്ക് 1000 ക്വാളിഫൈഡ് ആയിട്ടുള്ള CEOസിന്റെ കിട്ടൂല. സോ ടോപ്പ് ലെവലിൽ എപ്പോഴും കോമ്പറ്റീഷൻ കുറവാണ്. അപ്പൊ നമ്മൾ ബോട്ടം ലെവലിൽ നിന്ന് നമ്മുടെ സ്കിൽസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ റേസ് ചെയ്ത് ടോപ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റ് ഇല്ല. നമ്മൾ പറയുന്നതാണ് നമ്മുടെ സാലറി, നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഫെസിലിറ്റി. ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ ഒരു എക്സാമ്പിൾ പറയാറുള്ള പോലെ, ഇപ്പൊ ഞാൻ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. എനിക്ക് കിട്ടുന്ന ഫെസിലിറ്റി അവിടെ വേറൊരാൾക്കും ഇല്ല. എനിക്ക് കിട്ടുന്ന ഫെസിലിറ്റി ആ കമ്പനിയിൽ വേറൊരാൾക്കും കിട്ടത്തില്ല. കാര്യം എനിക്ക് റിസ്ക് ഉണ്ട്. ഞാൻ അവരെക്കാളും ചിലപ്പോ
കൂടുതൽ സമയം ഞാൻ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പം അത്രയും വർക്ക് ചെയ്യേണ്ട, പക്ഷെ എങ്കിൽ പോലും എനിക്ക് അവര് കമ്പനി കാർ പ്രൊവൈഡ് ചെയ്യുന്നു, എന്റെ ഡീസൽ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ. അത് ഇപ്പൊ എന്റെ അത്രയും തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ എന്റെ പകുതി പോലും സാലറി കിട്ടാത്ത ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ എന്റെ പകുതി പോലും ഫെസിലിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പഞ്ച് ചെയ്താൽ മതി, പഞ്ച് ചെയ്യാറേ ഇല്ല ഞാൻ. പക്ഷെ മറ്റു കമ്പനിയിലുള്ള ബാക്കി സ്റ്റാഫ് ഒക്കെ 9 o'clock എന്ന് പറഞ്ഞാൽ 9 o'clock തന്നെ പഞ്ച് ചെയ്തില്ലെങ്കിൽ ഹാഫ് ഡേ സാലറി കട്ടാവും. ഇപ്പൊ എനിക്കിന്ന് പോകാൻ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയത് എന്തുകൊണ്ടാണ്? സോ ഐ റേസ് മൈ സ്റ്റാൻഡേർഡ് ആൻഡ് ഐ കെയിം ടു ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാം സൂപ്പർ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് വെൻ യു കം ടു ദ ടോപ്പ്, ലൈക്ക് ദർ വിൽ ബി ലെസ് കോമ്പറ്റീഷൻസ് ഫോർ യു. ഇപ്പൊ ഈവൻ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ജോബ് വേറെ ആൾ എടുത്തുകൊണ്ട് പോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് മാറിയാൽ മതി. ഇനി എന്നെ തന്നെ സ്റ്റാൻഡേർഡ് ഞാൻ കൂട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനി താഴേക്ക് പോയി കഴിഞ്ഞാൽ അവർ വേറെ ആളെ റീപ്ലേസ് ചെയ്യും. പക്ഷെ അൺടിൽ അൺലെസ് ഞാൻ എന്നെ തന്നെ എഫേർട്ട് ഇടുന്നു, ഞാൻ അതിന്റെ കമ്പനിയുടെ ബിസിനസ് ലെവലിൽ കൂടാൻ നോക്കുന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് അവർക്കില്ല. കാര്യം എന്റെ ബോട്ടം ലെവലിൽ നിന്ന് ഇയാൾ പോയിക്കോട്ടെ, ഇനിയിപ്പോ ഇവനെ വെക്കാന്നുള്ള ഒരു ലെവലില് ഒരാളില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ടോപ്പ് ആയിരിക്കും. അപ്പൊ എല്ലാ മാർക്കറ്റിലും ഒരു ഡോമിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് കോമ്പീറ്റ് വിത്ത് ദ പീപ്പിൾ. നിങ്ങളിപ്പോ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ കൂടെ ഉണ്ട്, അവന് ആ ഫെസിലിറ്റി, ഇവന് ഫെസിലിറ്റി കിട്ടുന്നു, അവനേക്കാളും നന്നാവണം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അപ്പോ ഈ എന്താ പറയാ, നമ്മുടെ ലൈഫിന്റെ ലെവല് ഭയങ്കരമായിട്ട് മാറും. ഇനി അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് കേസ് എന്ന് വെച്ചാല് ഒബ്സഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് നമ്മള് എപ്പോഴും പലപ്പോഴും ഇത് നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ അച്ചീവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരവരുടെ ഒരു കാര്യത്തിലേക്ക് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. എന്ന് വെച്ചാല് ഒരു കാര്യം അവര് തീരുമാനിച്ചു കഴിഞ്ഞാല് അവർ ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇതിൽ ഇത്രയും ക്ലാസ് ഇട്ട് ഞാൻ 2-3 പോയിന്റ് ഒക്കെ പറഞ്ഞു, 10x റൂളൊക്കെ പറഞ്ഞു, നിങ്ങൾ അതുപോലെ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഏരിയ എന്നോടൊന്ന് പറയാമോ? എല്ലാവരും ഉറങ്ങിയോന്നും കൂടി അറിയാനുള്ള എന്റെ ഒരു ശ്രമമാണ്. കാര്യം മണിസാർ വെച്ച് ബാക്കി എല്ലാവരുടെയും ക്യാമറ ഓഫ് ആണ്. നിങ്ങൾ നെക്സ്റ്റ് ഒരു 30 ഡേയ്സിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ കരിയറായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്റർടൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒബ്സസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാമോ? ഐദർ ടെക്സ്റ്റ് ഓർ ബൈ അൺമ്യൂട്ടിംഗ്. എവിടെ കുറയ്ക്കുന്നതാണ്? അത് നിങ്ങൾക്ക് ഒന്നുമില്ല, ഞാനും ഈ ക്ലാസ് എടുക്കുന്നതിനാവും. ഒന്നും ചെയ്യാനില്ല നെക്സ്റ്റ് ഒരു 30 ഡേയ്സിൽ? പറയൂ. എനിക്ക് വരക്കാനാ, നന്നായി വരക്കണം എന്ന് ആഗ്രഹമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫോക്കസ് ചെയ്തിട്ട് ഏതാ? എനിക്ക് നന്നായി വരക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഹഫ്നിസ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, യു സ്റ്റാർട്ട് ജസ്റ്റ് ആഫ്റ്റർ ദിസ് ക്ലാസ്. ഞാൻ പറയണെങ്കിൽ ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ തുടങ്ങാം, ആൻഡ് ടൈം കൂട്ടി വരാം, എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പെർഫെക്ഷനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഹഫ്നിസ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ടേക്ക് ആക്ഷൻ, പെർഫെക്ഷൻസ് വിൽ ഫോളോ യു. ലൈക്ക് നമ്മളിപ്പോ ഒരു ആശയം കിട്ടിയിട്ട് അത് വരച്ചെടുക്കാനായിട്ട് എടുക്കണേക്കാളും നല്ലത് 10x ആയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാം. ഓക്കെ, വെരി ഗുഡ്. ബഷീർ സാർ, താങ്ക് യു. ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഡിസൈനിങ്ങിലാണെന്ന് ബീന സുനിൽ പറഞ്ഞു. എന്ത് ഡിസൈനിങ് ആയിരുന്നു ബീന? ക്ലിയർ ആയിട്ട് പറയാമോ? ബീന? സർ, ഫാഷൻ ഡിസൈനിങ് ആണ്. ഫാഷൻ ഡിസൈനിങ്. അപ്പൊ ഏതെങ്കിലും ഡിസൈൻസ് ഒക്കെ ചെയ്ത് തുടങ്ങിയോ? ഓ തുടങ്ങി. ആണോ? അതിന്റെ മോഡൽസ് ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയോ? അങ്ങനെ പോസ്റ്റ് ചെയ്തില്ല, ഇങ്ങനെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഞാനിപ്പം ബീന ഫാഷൻ ആണെന്ന് പറഞ്ഞോണ്ടാ, എന്റെ ഒരു ചേച്ചി, ലൈക്ക് എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകന്റെ ഭാര്യയാണ്. അവര് സാധാരണ തയ്യൽക്കാരിയായിരുന്നു കേട്ടാ, സാധാരണ തയ്യൽക്കാരി. അവര് ചെറിയ രീതിയിൽ തയ്യലൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ വർഷങ്ങളായി തയ്ക്കുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ വന്ന് എനിക്ക് തോന്നുന്നു 2-3 കൊല്ലമായിട്ടുള്ളൂ. അവര് അവരുടെ നാട്ടില് ആളുകളൊക്കെ വന്ന്, ആളുകളെ അറിയാം, അവർക്ക് ബിസിനസ് ഒക്കെ അവര് തുടങ്ങുന്നു, അപ്പൊ അതിൽ കച്ചവടം കിട്ടുന്നു, അങ്ങനെ അവർ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ഒരു ആവറേജ് എഫേർട്ടായിരുന്നു അവരെടുക്കുന്നത്. കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് അവർ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാല്, വെറുതെ ഫോണൊക്കെ ഉണ്ടല്ലോ,
അപ്പൊ അവരിങ്ങനെ പുതിയ മോഡൽസ് ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇടാൻ തുടങ്ങി. ഇന്ന് ഞാൻ ഇന്നലെ വെറുതെ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞ സമയത്ത് ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ ഫ്രണ്ട് ആയതുകൊണ്ട് വന്നു. ഞാൻ നോക്കിയപ്പോ 9 hours ആയിട്ടുള്ളൂ, ബട്ട് ഓൾമോസ്റ്റ് ഒരു 10,000 വീഡിയോസ് ഓൾറെഡി വ്യൂസ് അവർക്ക് കിട്ടി. അത് കാണിച്ച നൈറ്റിയുടെ ഡിഫറെന്റ് ഒരു പുതിയ മോഡൽ അവർ എടുത്തതിന്റെ ചെയ്താണ്. ആൻഡ് ഏറ്റവും രസം വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ആ ചേച്ചി ഒരു ഷോപ്പ് മാറി, പഴയ ഷോപ്പിൽ നിന്ന് മാറി, ആ ഷോപ്പ് മാറി വേറൊരു സ്ഥലത്ത് പോയി എടുത്തു. അപ്പൊ ആദ്യം ഇവര് കച്ചവടം അറിയില്ലല്ലോ, എത്ര ബിസിനസ് എങ്ങനെ വരുന്നറിയില്ല. അപ്പൊ താഴെയൊക്കെ വാടക കൂടുതല. അപ്പം അവരതിന്റെ ഒരു വലിയ ബിൽഡിംഗ് അല്ല, ചെറിയൊരു ബിൽഡിംഗ് ആണ്, അതിന്റെ ടോപ്പ് പോർഷൻ മാത്രം എടുത്തത്. ഇപ്പൊ അതിന്റെ ഗ്രൗണ്ടും ആ സൈഡിലുള്ള ആ ബിൽഡിംഗ് മൊത്തം ഇപ്പൊ അവര് ടേക്ക് ഓവർ ചെയ്തു. ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ടാണ് അടുപ്പിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി ഡിസൈനൊക്കെ കൊടുക്കും, പിന്നെ അതിന്റെ വീഡിയോസ് ചെയ്യും, പിന്നെ അവരുടെ ഫാമിലി മാറ്റേഴ്സും അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യും. ആൻഡ് ഷീ ഈസ് ഗ്രോയിങ് ലൈക്ക് എനിത്തിങ്. അപ്പൊ അവര് വേറൊരു ഹെർബൽ ലൈഫ് പോലൊരു പ്രൊഡക്റ്റിലേക്ക് മാറാനുള്ള ഒരു ശ്രമം നടന്നായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി ഇതിൽ ഫോക്കസ്ഡ് ആണ്. ആൻഡ് ഷീ ഈസ് ഗെറ്റിംഗ് ഗുഡ് എമൗണ്ട് ആൻഡ് ഇൻക്രീസ് മൈ നോളജ്. ദിവ്യ, ഇൻക്രീസ് മൈ നോളജ് ഇസ് ഗുഡ്, ബട്ട് ഫോർ വാട്ട്? അത് നമുക്ക് അതൊരു ക്ലാരിറ്റി വേണം, എന്തിനാണ് എന്റെ നോളജ് കൂട്ടുന്നത്. ഇപ്പൊ ഇവിടെ നേരത്തെ ബഷീർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ അതേഴ്സിന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബഷീർ സാർ എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് സാറിന് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയില്ല. സോ യു ക്യാൻ ടേക്ക് വീഡിയോസ്, വെറുതെ ഇരുന്ന് നമ്മുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പറഞ്ഞ് ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പതിയെ നമ്മൾ വലിയ കാര്യമായിട്ട് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ ഇത് എത്ര പേര് വ്യൂസ് കണ്ടു ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ബട്ട് ഇറ്റ് വിൽ റീച്ച് വൺ ഡേ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്റെ നെക്സ്റ്റ് ഒരു ഗോൾ അതാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഒരു തിരക്കുകൾ കഴിഞ്ഞപ്പോ നിലയില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വൺ ഓഫ് മൈ ഡ്രീം ഓൾസോ, ലൈക്ക് ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഐ വിൽ എന്റെ യൂട്യൂബ് വീഡിയോസും നിങ്ങൾക്ക് അധികം വൈകാതെ പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞ ഇപ്പൊ നാസ് ഡെയിലി ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. നാസ് ഡെയിലി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അദ്ദേഹം കോർപ്പറേറ്റിൽ വലിയ സാലറിയിൽ ജോലി വാങ്ങിക്കുന്ന ഒരാളാണ്. വലിയ സാലറിയിൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽ കണ്ടു നോക്കി അറിയാൻ പറ്റും. ഭയങ്കര ക്വാളിറ്റിയാണ് ആ ചാനലിൽ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇസ്രായേൽ പാലസ്റ്റീൻ അവിടെ നിന്ന് വരുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പക്ഷെ ഈസ് റിസൈഡിങ് ഇൻ ദുബായ്. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ, ഭയങ്കര പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന വീഡിയോ 1 മിനിറ്റിലെ പുള്ളി ചെയ്താണ്. പുള്ളിയുടെ ചാനലിന്റെ പേര് നാസ് ഡെയിലി എന്നാണ്. അപ്പൊ ആള് കോർപ്പറേറ്റ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, പുള്ളി കുറെ പൈസ ഉണ്ട്, പുള്ളി അന്ന് ഇപ്പോഴും കല്യാണം കഴിച്ചില്ല, ഗേൾ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ആള് എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാല് ലോകം മുഴുവൻ കാണാം, ലോകം മുഴുവൻ കണ്ട് ഡെയിലി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. ഡെയിലി ഒരു വീഡിയോ, അങ്ങനെ 1000 ദിവസങ്ങൾ കൊണ്ട് മാക്സിമം ലോകത്തിന്റെ ഭാഗങ്ങൾ പോവുക, 1000 വീഡിയോ പോസ്റ്റ് ചെയ്യുക. ദാറ്റ് വാസ് ഹിസ് ഗോൾ ആൻഡ് ഹി സ്റ്റാർട്ടഡ്. അപ്പൊ പുള്ളി ഒരു സ്ഥലത്ത് പോകും, ഇന്ത്യയിലൊക്കെ ഒരുപാട് തവണ വന്നു പോകുന്നു, വീഡിയോ എടുക്കുന്നു, 1 മിനിറ്റ് ആക്കി, ദാറ്റ് ഈസ് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ആ ഒരു വീഡിയോ കാണിക്കുന്നു. എന്നിട്ട് എന്താ പറയാ, ലോകം മുഴുവൻ പുള്ളി ട്രാവൽ ചെയ്തു. ആൻഡ് ഹീസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ട് യൂട്യൂബിലൂടെ മാത്രം. പിന്നെ അതിന്റെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം നാസ് ഡെയിലി അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. സോ ലോട്ട് ഓഫ് തിങ്സ് ഹാസ് ഹാപ്പൻ. ആൻഡ് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ, ടീഷർട്ട് തന്നെ ഭയങ്കര രസമാണ്. ടീഷർട്ടിൽ തന്നെ ഈ ഒരു നോട്ട് ഞാനൊരു വീഡിയോ കാണിക്കാം. ഓക്കെ, ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കേസ് വെച്ചാല് ഇപ്പൊ കംപ്ലീറ്റ് AI വെച്ചിട്ടായി. എന്ന് വെച്ചാൽ അവരുടെ പണ്ടത്തെ മോശമാണെന്നല്ല പറയണേ, ബട്ട് ഇൻ ദ സെൻസ് പണ്ടൊക്കെ റിയൽ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹം ഒരു കൂടുതലും AI വെച്ചിട്ടാണ് ഇപ്പൊ കണ്ടമാനം വീഡിയോസ്, ലൈക്ക് ഒരു ഇറ്റ്സ് ലോങ് വീഡിയോസ്, ഒരു ട്രാവലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സബ്ജക്റ്റ് ഒക്കെ തീർന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി വീഡിയോസ് വേറെ വന്നു. ദിസ് കോൺവെർസേഷൻ കുഡ് ഹാവ് സം 2 lakh people. ഓക്കെ, അത്രയധികം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ നിങ്ങൾക്ക് ആ ഒരു ചാനലിന്റെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. സോ ഞാൻ അദ്ദേഹത്തിന്റെ പറയാൻ ഉദ്ദേശിച്ചാല് നോട്ട് എന്നൊന്ന് കോഹോസ്റ്റ് ആക്കാവോ? ഇല്ല, ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളതൊന്ന് യു ആർ ഹോസ്റ്റ് ആവും. താങ്ക് യു സോ മച്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാല്
ആ This is the cleanest village in Asia. It's not in Japan. It's not in Singapore. It's in... I'll tell you later. Here, instead of dirty streets, you will see gorgeous gardens. Instead of pollution, you will see clear skies and clean water. And instead of trash, you will see beautiful handmade waste bins. This village stays clean because everyone believes in cleaning together. People clean before they go to work. Children clean on the weekends. And people turn their food trash into this beautiful soil. They work together to make sure that every person has a toilet and every person can read. This is the village of Molenong in India, where cleanliness is not a personal thing. It's a community responsibility. This inspiring village teaches us the power of community. That's 1 minute. See you tomorrow. ഈ ഒരു ഡയലോഗാണ് പുള്ളിക്കാരൻ എപ്പോഴും പറയാനുള്ള, അദ്ദേഹത്തെ കൂടി കാണിക്കുന്നത് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാര്യം ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല, ഇദ്ദേഹം ഭയങ്കര രസകരമായിട്ട് ആളുകളെ ഈ ജാസ്റ്റ് 1 minute see you tomorrow എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ തന്നെ ഭയങ്കര വേൾഡ് ഫേമസ് ആയി. അപ്പൊ അതുകൊണ്ട് ഐ വിൽ ഷോ ഹിം. ജസ്റ്റ് ഇയാളെ കൂടി കാണിച്ചിട്ട് നമുക്ക് ക്ലാസ് ഓൾമോസ്റ്റ് സമയമായി. Guys, this is my girlfriend. Hi. Today, I want to introduce her to you. Hi, my name is Asia. I am named after the continent of Asia, and I grew up in New York and California. Asia is the most impressive girl you'll ever see. By the time she was 25, she wrote 2 books and a TV show. She's not just a great author, she's also a great businesswoman. She graduated from Columbia Business School. I also am a content creator. I like to make videos about interesting people and interesting places. And last but not least, she's also incredibly beautiful and kind and polite to every human she meets. Okay, thank you. Arigatou gozaimasu. So I am 32 years now, and I think I know a little bit about love. നിങ്ങൾ അവരുടെ ടീഷർട്ട് ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന്റെ പുള്ളിയുടെ ടീഷർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പുള്ളി ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ പെർസെന്റേജ്, ലൈക്ക് ഇപ്പൊ പുള്ളി 32 years എന്ന് പറഞ്ഞാൽ 42% ഓഫ് പുള്ളിയുടെ ലൈഫ് തീർന്നു എന്നാണ് പുള്ളി പറയുന്നത്. ഇതൊരു ബാറ്ററി മോഡൽ ഇങ്ങനെ ടീഷർട്ടാണ് പുള്ളി ഇടാറുള്ളൂ മിക്കവാറും എല്ലാ വീഡിയോസിലും. Maybe I'm right, maybe I'm wrong, but I'll say it. When it comes to love, humor does not matter, beauty does not matter, and money definitely doesn't matter. All of the above is important, but these are temporary attractions. So, what matters? What matters are 2 things: vision And values. Just these 2. Her vision for the future is identical to mine. We both want the same out of life. This year, next year, and the next 50 years. My vision for my life is to create something that makes an impact on people, something that is meaningful. And I want to live every day working towards building that. That's exactly my vision too. We also share the same values. We agree on what's important in life and we agree on what's not important. I value. So thank you so much. Like so ഞാൻ ഇദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറി പറയാനുള്ള കാര്യം വെച്ചാല് പുള്ളിക്കാരൻ വേറെ ഒന്നും ചെയ്തില്ല. ക്രിയേറ്റ് 1 വീഡിയോ എവറി ഡേയില് ക്രിയേറ്റ് 1 വീഡിയോ ചെയ്തിട്ട് അദ്ദേഹം വൺ ഓഫ് ദ ബെസ്റ്റ് യൂട്യൂബർ ആയി. നമുക്കറിയാം മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സിന്റെ ഒരു പ്രത്യേകത നോക്കി അറിയാൻ പറ്റും, ഇവരുടെ ഫസ്റ്റ് വീഡിയോസ് ഒന്നും ഒരാളും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഓൺ എ ലോങ് ടൈം ചെയ്യാൻ പറ്റും. ആൻഡ് ഐ വാണ്ട് ടു ടേക്ക് 1 more point. നൗ ഐ എം ടേക്കിംഗ് ദാറ്റ് വൺ, ക്രിറ്റിസിസം. നിങ്ങൾക്ക് എതിർപ്പുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയും സൂചിപ്പിച്ച ഒരു പോയിന്റാണ്, നിങ്ങൾക്ക് ക്രിറ്റിസിസം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ആർ ഓൺ എ റൈറ്റ് പാത്ത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഞാൻ
ആരാണ് ബഷീർ സാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ലൈക്ക് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം കുറെ പേരിലേക്ക് ഇത് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കളിയാക്കാറുണ്ടാവും, നിങ്ങളുടെ വീഡിയോ ശരിയില്ല, ക്യാമറ ആംഗിൾ ശരിയില്ല, മറ്റേത് ശരിയില്ല എന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാരൊക്കെ പറയും. പക്ഷെ വെൻ യു കീപ് ഡൂയിങ് യു വിൽ ബി ഇൻ വൺ പൊസിഷൻ. ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ശ്രീകാന്ത് വെട്ടിയാർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളിനെ ഞാൻ വലിയ മഹത്വവൽക്കരിക്കുന്നല്ല, പുള്ളിനെ ഒരു പെണ്ണേഴ്സിലൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൊറോണ ജോലി, ഇഷ്ടമല്ലാത്തൊരു ജോലി ഗൾഫിലൊക്കെ പോയി ചെയ്ത് തിരിച്ചു വന്ന് നാട്ടില് കൊറോണയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭ്രാന്തായിരുന്ന സമയത്ത് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ക്യാമറയിൽ അമ്മേനെയും കൂടി അഭിനയിപ്പിച്ചിട്ട് കൗണ്ടർ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി. ശ്രീകാന്ത് വെട്ടിയാർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോസ് വന്നു തുടങ്ങി. കോമഡി, ഭയങ്കര കൗണ്ടർ അറ്റാക്സ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ തേപ്പ് പോലും തീരാത്തൊരു വീടാണ്, തേക്കാത്തൊരു വീട്ടിലാണ് അവര് വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. ആൻഡ് ടുഡേ ഈസ് വൺ ഓഫ് ദ മെയിൻ ആക്ടർ ഇൻ മോസ്റ്റ് ഓഫ് ദ ഫിലിംസ്. നമ്മളിവിടെ വരുന്ന മിക്കവാറും എല്ലാ സിനിമയിലും ശ്രീകാന്ത് വെട്ടിയാറിന് റോൾ ഉണ്ട്, അവന്റെ അമ്മയ്ക്ക് റോൾ ഉണ്ട്. അവരെയും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോക്കട്ടെ. അത് നമുക്ക് അങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ വേറൊരു പയ്യൻ, അവന്റെ ചാനലിന്റെ പേരൊന്നും എനിക്ക് അറിയണ്ട, പക്ഷെ അവരൊക്കെ ചെറുതായിട്ട് അവരുടെയൊക്കെ വീടിന്റെ ആ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അറിയാം അവരുടെ വീടൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടും സാമ്പത്തികമില്ലാത്ത വീട്ടിൽ നിന്നൊക്കെ അവരപ്പോ വലിയ മാളികളിലേക്കൊക്കെ മാറി. സോ അവർ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, എന്താണെങ്കിലും കണ്ടിന്യൂസ് എഫേർട്ട് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പിന്നാലെ പോവുക. സോ ദ റിസൾട്ട് വിൽ കം. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 10x റിസൾട്ട് എടുക്കാനും അതിലൂടെ ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആവാനും പറ്റട്ടെ. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു അബ്സ്ട്രാക്ട് പറയുകയാണെങ്കിൽ I want to say one thing: average is always failure. Take 10 actions. Thank you so much. Thank you so much. സോ ടീം മെമ്പേഴ്സ്, നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ സോ പെട്ടെന്ന് രണ്ടുപേര് നമ്മുടെ ഈ സെഷന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? മാജിക് മോർണിംഗ്. ഓക്കെ, സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ നേരത്തെ ബീനാസുനിലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ടൈലറിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്നലെയൊക്കെ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ഒരുപാട് അടിച്ചു വെച്ചിട്ടുണ്ട്, അംഗൻവാടി കുട്ടികൾക്കുള്ളത്. അത് ചെയ്യുന്നുണ്ട്. അതിനോട് കൂടി തന്നെ ആര്യ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താ പറയാ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സാറ് എനിക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ട്രെയിനേഴ്സിന്റെ ഇതിന്റെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു ചോദിച്ച് സംസാരിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓണം കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങും. അപ്പൊ എന്തായാലും 10 ദിവസം അതിനെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കണം, വേറെ ഒന്നിലേക്കും പോകാൻ പറ്റില്ല. ആ സാറ് കുറെ സംസാരിച്ചിട്ടുണ്ട്. എനിവേ അതും കൂടി ഇതിൽ കൂടെ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്തായാലും നമ്മള് ഒരു ദിവസം ഫുള്ളി എൻഗേജ്ഡ് ആണ്. നമുക്ക് വേറെ ഒന്നിലേക്ക് മാറി ചിന്തിക്കാനോ ഒന്നിനും ടൈമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെ ഫിനിഷിങ്ങിൽ എത്തിക്കുക. എനിക്ക് ടൈലറിങ്ങിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ട്രെയിനർ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അതും ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതെല്ലാം സർവേശ്വരൻ സാധിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. എനിവേ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കൂടെ ഒന്ന് പറയാമോ? കേൾക്കാം. നൗഫൽ സാറേ പറഞ്ഞോളൂ. വളരെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ഫീസ് കൊടുത്താലും എന്താ പറയാ, ഈ ഒരു ക്ലാസ് കിട്ടണമെങ്കിൽ ചിലപ്പോ അത്രയും ഫീസ് കൊടുത്തിട്ട് നമ്മൾ കേൾക്കേണ്ട ഒരു ക്ലാസ് ആണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. നമ്മളൊക്കെ ഒരുപാട് പുസ്തകം വായിച്ചിട്ട് ചിലപ്പോ ഒരു ബുക്ക് മുഴുവൻ വായിച്ചാലും ചിലപ്പോൾ ഇതിലൊക്കെ ഒരു കണ്ടന്റ് ഒക്കെ കിട്ടുള്ളൂ. കാരണം ഒരുപാട് കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിശദീകരിച്ചുകൊണ്ട് സാറ് പറഞ്ഞു. സാറ് ക്ലാസ്സുകൾ ഓരോ ദിവസവും എന്താ പറയാ വലിയ വലിയ പിന്നെ വിഷയങ്ങളുമായിട്ടാണ് സാറ് വരുന്നത്. വളരെ സന്തോഷത്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ ആളുകൾക്ക് ഒരു സംശയം വേണ്ട, വിജയിക്കുന്നത് ഉറപ്പാണ്. ഗോളുകളും അതുപോലെ തന്നെ സാറ് പറഞ്ഞത്, സേഫ് സാറൊക്കെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മളെ അറിവിന്റെ തൂക്കം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് മേഖലയിലാണോ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിന്റെ അറിവിന്റെ തൂക്കം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ കൂടും. നമ്മളിപ്പോൾ വാങ്ങുന്നതിന്റെ സാലറി ഒക്കെ 10 ഇരട്ടി വാങ്ങാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. എനിവേ താങ്ക് യു ഓൾ. താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, സോ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ടൈം ആയിട്ടുണ്ട്. സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. അപ്പോൾ നൗഫൽ സർ പറഞ്ഞ പോലെ ഈ ഒരു ഒറ്റ സെക്ഷനിൽ നമുക്ക് ഒരുപാട് പോയിന്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ
പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, അറിയാൻ പറ്റിയിട്ടുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. 40 മെമ്പേഴ്സ് നമുക്ക് ലിവ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഗോപിക, താങ്ക് യു സോ മച്ച്. ദിവ്യ എന്തെങ്കിലും പറയാമോ? താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു റോസ്ലിൻ, താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക്സ് അലോട്ട്. താങ്ക് യു ഓസ്റ്റിൻ സാർ, എക്സലന്റ് ക്ലാസ് ആയിരുന്നു. വളരെ താങ്ക് യു മണി സാർ, താങ്ക് യു സോ മച്ച്.